പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സംഘം എതിരാളികൾ വന്നുകൊണ്ട് നമ്മൾ എന്തിനിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ എന്തിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സംഘം എതിരാളികൾ വന്ന് സംസാരിക്കുകയാണ്. വനസ്തരികു നഹ്നു വഅൻത ഫീ അംരിനാ കുല്ലിഹി, നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളും ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളും പരസ്പരം ആരാധിക്കുന്ന ഒരു കോംപ്രമൈസിലേക്ക് നമുക്ക് എത്തിക്കൂടെ? ആദർശപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ഡിപ്ലോമസി നമുക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ഒരു സംഘം ആളുകൾ വന്നുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുകയാണ്. فإن كان الذي جئت به خيرا مما بأيدينا كنا قد أشركناك فيه وأخذنا بحظنا منه وإن كان الذي بأيدينا خيرا مما بيدك كنت قد أشركتنا في أمرنا وأخذت بحظك منه. നിങ്ങൾ പറയുന്നതിലും ശരികൾ ഉണ്ടാകും, ഞങ്ങൾ പറയുന്നതിലും ശരികൾ ഉണ്ടാകും. അവരങ്ങനെയാണ് സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രുത പുലർത്തുന്ന ഒരു സംഘം വന്നുകൊണ്ട് കോംപ്രമൈസിന് ശ്രമിക്കുന്ന രംഗം ആണ് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പറഞ്ഞു, നിങ്ങൾ പറയുന്നതിലും ശരിയുണ്ടാകും, ഞങ്ങൾ പറയുന്നതിലും ശരിയുണ്ടാകും. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നതാണ് വലിയ ശരിയെങ്കിൽ അതിൽ ഞങ്ങൾ പങ്കെടുക്കാം, ഞങ്ങൾ അതിന്റെ ഭാഗമാക്കാം. ഇനി അതല്ല, ഞങ്ങൾ പറയുന്നതാണ് വലിയ ശരിയെങ്കിൽ നിങ്ങൾക്കും അതിൽ ഭാഗമാക്കാം. അപ്പൊ പിന്നെ നമ്മൾ തർക്കിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സംഘം കോംപ്രമൈസിന്റെ ഭാഷയിൽ സംസാരിച്ചപ്പോഴാണ് فأنزل الله عز وجل قل يا أيها الكافرون قل يا أيها الكافرون സൂറത്തുൽ കാഫിറൂൻ ആ സന്ദർഭത്തിലാണ് അല്ലാഹു ഇറക്കിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. യാതൊരു കോംപ്രമൈസും ആദർശത്തിന്റെ വിഷയത്തിൽ ഇല്ല എന്ന് വിളിച്ചു പറയുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ ആദർശം കോംപ്രമൈസ് ചെയ്യാം എന്നല്ല, ആദർശം കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ്. അതിനാണ് ആ സൂറത്ത് ഇറങ്ങിയത്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആയി ജീവിച്ചുകൂടെ, നമുക്കൊന്ന് സോൾവ് ചെയ്ത് ജീവിച്ചുകൂടെ, നമ്മൾ എന്തിന് തർക്കിച്ചുകൊണ്ടിരിക്കണം? നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് ഞങ്ങളും അംഗീകരിക്കാം, നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളും ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുക. അപ്പൊ പിന്നെ ഞങ്ങളടുത്തുള്ള ഗുണം നിങ്ങൾക്കും നിങ്ങളുടെ ഗുണം ഞങ്ങൾക്കും കിട്ടില്ലേ എന്ന കേട്ടാൽ രസമുള്ള, ഭംഗിയുള്ള, മധുരമുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. പക്ഷേ ആദർശത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കി കൊടുത്തു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ പശ്ചാത്തലത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അപ്പോ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ നിഅമത്താണ് ഹിദായത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ ഹിദായത്തിന് പോറലേൽക്കുന്ന, ആ ഹിദായത്തിന് ക്ഷീണം വരുത്തുന്ന, ആ ഹിദായത്തിന് കോട്ടം വരുത്തുന്ന ഒരു വാക്ക്, ഒരു ചലനം, ഒരു നിശ്ചലനം, ഒരു ഇമോജി, ഒരു നോട്ടം, ഒരു ആക്ഷൻ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹിദായത്തിന് ക്ഷീണം വരുത്തുന്ന, ഹിദായത്തിനെ നശിപ്പിക്കുന്ന, ഹിദായത്തിന് ഭംഗം വരുത്തുന്ന വിധത്തിലുള്ള ചലന നിശ്ചലനങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകരുത്.
നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതി, ഏറ്റവും കൂടുതൽ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഹിദായത്താണ്. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മളിപ്പോ മഗ്രിബിന് റബ്ബിനോട് ചോദിച്ചത് അതല്ലേ? അതിനു മുമ്പ് അസറിന് ചോദിച്ചത് അതല്ലേ? ളുഹറിനും ചോദിച്ചത് അതല്ലേ? അതിനു മുമ്പ് സുബഹിക്ക് ചോദിച്ചത് അതല്ലേ? ഇനി ഇശാക്ക് ചോദിക്കാനുള്ളത് അതല്ലേ? അതിന്റെ സുന്നത്തുകളിലും ചോദിക്കാനുള്ളത് അതല്ലേ? വിത്റിൽ ചോദിക്കാനുള്ളത് അതല്ലേ? തഹജ്ജുദിന് ചോദിക്കാനുള്ളത് അതല്ലേ? സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ചോദിക്കാനുള്ളത് അതല്ലേ? വീണ്ടും സുബഹിക്ക് നമ്മൾ ചോദിക്കുന്നത് അത് തന്നെയല്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, ഹിദായത്ത് നീ പാളിപ്പിക്കരുത് റബ്ബേ. ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് ഞങ്ങളെ നീ തെറ്റിപ്പിക്കരുത് റബ്ബേ. പടച്ചവനെ, ഈ വെളിച്ചം നീ കെടുത്തരുത് അല്ലാ. ഇത് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ദീനിന്റെ സിലബസ് ആണത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഹാരഥന്മാർ സഞ്ചരിച്ച സിലബസ്, മഹാരഥന്മാർ വഴികാട്ടികളായി നമ്മുടെ മുമ്പ് സച്ചരിതരായ സ്വാലിഹീങ്ങൾ കടന്നുപോയ വഴി. ആ വഴിയിലൂടെ റബ്ബേ, ഈ സാധുവിനെയും ഞങ്ങളെയും പാവങ്ങളായ ഞങ്ങളെയും നീ വഴി നടത്തേണമേ എന്ന് നിരന്തരം നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിപാടി ആരംഭിക്കുകയും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത്